വെരി ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മള് ഇന്ന് നമ്മുടെ ഓറിയന്റേഷൻ സെഷന്റെ സിലബസ് ഡീകോഡിംഗ് സെഷനിലാണ് എത്തി നിൽക്കുന്നത്. നമുക്കറിയാം ഇത്തവണത്തെ നമ്മുടെ ഓറിയന്റേഷൻ സെഷന്റെ ഒരു തീം തന്നെ ഡിസ്കവർ, ലേൺ ആൻഡ് അച്ചീവ് എന്നുള്ളതാണ്. അതിൽ ഡിസ്കവർ എന്ന് പറയുന്ന സ്റ്റേജിലാണ് നമ്മൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ആക്ച്വലി നിങ്ങൾക്ക് സബ്ജക്റ്റിനോട്, ഏതൊക്കെ സബ്ജക്റ്റിനോട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ, എന്തൊക്കെയാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിനെ കൂടുതൽ അറിയാൻ തുടങ്ങുകയാണ് ഡിസ്കവർ എന്ന് പറയുന്ന സ്റ്റേജിൽ. അതിന്റെ ഏറ്റവും ഫസ്റ്റത്തെ ഒരു സ്റ്റേജിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. നിങ്ങൾ ഇനി അടുത്ത 3 വർഷം അല്ലെങ്കിൽ 4 വർഷം പഠിക്കാൻ പോകുന്ന കോഴ്സിന്റെ വിശദമായിട്ടുള്ള സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു സെഷനിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. എന്റെ പേര് അശ്വതി, ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് മെന്റർ ആയിട്ടാണ് ലേൺവൈസിൽ വർക്ക് ചെയ്യുന്നത്. എല്ലാവരും ഞാൻ ഈ സെഷനിലോട്ട് വെൽക്കം ചെയ്യണം. ഈ സെഷനിൽ നമുക്ക് കൂട്ടുന്നതിനുള്ളത് സ്നേഹ മാം ഉണ്ട്, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള സ്നേഹ മാം ഉണ്ട്, രാജി മാം ഉണ്ട് ആൻഡ് ഹിബ മാം ഉണ്ട്. നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് നിങ്ങളെ ഈ ഒരു ജേർണിയിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ ബികോം എഫ് എന്ന് പറയുന്ന കോഴ്സ് ഓപ്പൺ ചെയ്തിട്ട് ലേൺവൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ സ്റ്റഡീസിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ ലേൺവൈസ് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്യുന്ന 8th സീസൺ ഓഫ് ഓറിയന്റേഷൻ സെഷൻ ആണ് ഇപ്പോൾ ഓൺഗോയിങ് ആയി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ ബികോം എഫിന്റെ സിലബസ് ഡീകോഡിംഗ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ സം ബേസിക്സ് ഫസ്റ്റ്. എന്താ നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം ഓഫേർഡ് ബൈ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് അണ്ടർ ഇഗ്നോ. ഇഗ്നോയുടെ അണ്ടറിൽ തന്നെ ഡിഫറെന്റ് സ്കൂൾ ഓഫ് സ്റ്റഡീസ് ഉണ്ട്. അതിൽ തന്നെ നമ്മുടെ ബികോം എന്ന് പറയുന്ന കോഴ്സ് ഓഫർ ചെയ്യുന്നത് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ്. നമ്മുടെ പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത് ബികോം എഫ് ആണ്. എല്ലാവരും ഇത് നോട്ട് ചെയ്ത് വെക്കുക. ബികോം എഫ് എന്ന് പറയുന്ന കോഴ്സാണ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. കാരണം ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞതിന് മുമ്പുള്ള അറ്റംപ്റ്റ് കോം ജി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്ത്, ബട്ട് 2024 സെഷൻ മുതൽ ബികോം എഫ് എന്ന് പറയുന്ന കോഴ്സാണ് നമ്മൾ യൂണിവേഴ്സിറ്റി മുതൽ ബികോമിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എലിജിബിലിറ്റി 10th +2 പാസ്സാവുക, അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ, അതാണ് എലിജിബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസ് എന്ന് പറയുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത് ക്രെഡിറ്റ് സിസ്റ്റം ആണ്. ക്രെഡിറ്റ് ഹിൻസ് ടു ദ വെയിറ്റേജ് ഓഫ് സ്റ്റഡി ഫോർ ഈച്ച് കോഴ്സ് ഇൻ എ പ്രോഗ്രാം. ക്രെഡിറ്റ് എന്ന് പറയുന്നത് ആ ഒരു സബ്ജക്റ്റിന്റെ വെയിറ്റേജ് സൂചിപ്പിക്കുന്ന ആ ഒരു മെഷറിംഗ് ക്രൈറ്റീരിയനാണ് ക്രെഡിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. 1 ക്രെഡിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 hours ഓഫ് സ്റ്റഡി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാവും. ചില പേപ്പേഴ്സിന് 6 ക്രെഡിറ്റ് പേപ്പേഴ്സ് എന്ന് പറയും, ചിലത് 4 ക്രെഡിറ്റ് പേപ്പേഴ്സ് എന്ന് പറയും. അങ്ങനെ ആ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് 30 മണിക്കൂർ നമ്മൾ ആ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പൊ 4 ക്രെഡിറ്റ് എന്ന് പറയുന്ന പേപ്പേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ 30 × 4 120 hours എങ്കിലും നമ്മൾ ആ ഒരു പേപ്പറിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് യൂണിവേഴ്സിറ്റി പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഈച്ച് കോഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്. നിങ്ങൾക്കറിയാം നമ്മുടെ SLM, അതായത് സ്റ്റഡി മെറ്റീരിയൽ, യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്സും യൂണിറ്റ്സും ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപ്റ്റേഴ്സും, യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ് ടോപ്പിക്സ് വിത്തിൻ ദ ചാപ്റ്ററുമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രോഗ്രാം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 years ആണ്. ബികോം എഫിന്റെ ഡ്യൂറേഷൻ വരുന്നത് 4 years ആണ്. ടോട്ടൽ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. നമ്മൾ ഇനി ഫസ്റ്റ് ഇയറിന് കോഴ്സിന്റെ ഒരു ടോട്ടൽ ഓവർവ്യൂ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 6 ടൈപ്പ് ഓഫ് കോഴ്സുകളാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് എന്നാണ്. DXT എന്നാണ് അത് ഷോർട്ട് അറിയപ്പെടുന്നുണ്ടാവുക. മുന്നോട്ടേക്കുള്ള സ്ലൈഡുകളിലോട്ട് പോകുമ്പോൾ മനസ്സിലാവും ഓരോ കോഴ്സും ഏതൊക്കെ കാറ്റഗറിയിലാണ് വരുന്നത്. ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സബ്ജക്ട്സ് ആണ് നമ്മൾ ഈ ഒരു സിലബസ് ഡീകോഡിംഗ് സെഷൻ കൊണ്ട് നമ്മൾ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ വരുമ്പോൾ കറസ്പോണ്ടിങ് സിലബസ് ഡീകോഡിംഗ് സെഷൻസ് ലേൺവൈസിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഇപ്പൊ ഡീൽ ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ സബ്ജക്ട്. ഓക്കെ, അതിന് തന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസിലെ BCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും BCOC 132 ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റും ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് കോഴ്സ് എന്ന് പറയുന്നത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. അതിന് BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് ആണ്. അതായത് നിങ്ങളുടെ ഒരു സ്കില്ല്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള നിങ്ങളുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് കോഴ്സ് ആണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത്.
മൂന്നാമത്തെ കാറ്റഗറി വരുന്നത് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ആണ്. ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BECC 101 ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ്. ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അതായത് നിങ്ങൾ ബേസിക്കലി കൊമേഴ്സ് സബ്ജക്റ്റ് ആണല്ലോ നമ്മൾ BCom ഡീൽ ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ എക്കണോമിക്സിലോട്ടുള്ള ഒരു അവയർനെസ് കൂടെ വരാൻ വേണ്ടിയിട്ടാണ് വേറൊരു ഡിസിപ്ലിനിലുള്ള ഒരു കോഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ വൊക്കേഷണൽ കോഴ്സസ് ആയിട്ട് BRL 101 ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗും BCOS 186 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പും ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത കാറ്റഗറി ഓഫ് കോഴ്സ് എന്ന് പറയുന്നത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BEVA 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ്. നിങ്ങളുടെ അപ്പാർട്ട് ഫ്രം ആ ഒരു സിലബസ്, നമ്മുടെ ഒരു കൊമേഴ്സ് സിലബസ് എന്നുള്ളതിനേക്കാളും ഉപരി നമുക്ക് ആ ഒരു എന്താ പറയുക എൻവയോൺമെന്റിനോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പേപ്പർ കൂടെ യൂണിവേഴ്സിറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 61 വാല്യൂ ആഡഡ് കോഴ്സ് BED HV 101 വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോഴ്സാണ് നിങ്ങൾക്ക് BCom F ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഒരു ടോട്ടൽ കോഴ്സിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് സെമസ്റ്റർ വൈസ് സെം 1 സെം 2 എന്നുള്ള നിലയ്ക്ക് ഏതൊക്കെ കോഴ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് സെം എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഇയർ വൈസ് ആണ് എക്സാം എഴുതുന്നത്. ബട്ട് സ്റ്റിൽ ഫസ്റ്റ് സെം സെക്കൻഡ് സെം എന്നുള്ള രീതിയിലാണ് യൂണിവേഴ്സിറ്റി കോഴ്സുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് സെമ്മില് BCOC 132 ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, DSC ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു DSC കോഴ്സ് ആണ്, 6 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ BRL 101 ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് BOSC വൊക്കേഷണൽ കോഴ്സ് ആണ്, 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. തേർഡ് വൺ BEVA 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്, 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. BECC 101 ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ട് 6 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. അങ്ങനെ ടോട്ടലി 20 ക്രെഡിറ്റ്സിനുള്ള സബ്ജക്ട്സ് ആണ് നിങ്ങൾ സെമസ്റ്റർ 1 പറയുന്നത്. ഞാൻ നേരത്തെ തന്നെ ക്രെഡിറ്റ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ കോഴ്സിന്റെ വെയിറ്റേജ് നിങ്ങൾ നോക്കുക. 6 ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോൾ 180 hours ഓഫ് സ്റ്റഡീസ് ആണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. BCOC 132 ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്. ഒന്ന് മ്യൂട്ട് ചെയ്യണേ. BCOC 132 ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ. ഇൻ ടോട്ടൽ നിങ്ങൾക്ക് 5 ബ്ലോക്സ് ആണ് പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ബ്ലോക്സും യൂണിറ്റ്സും ആയിട്ടാണ് ടോട്ടൽ. നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ബ്ലോക്സും ഉണ്ടാവും യൂണിറ്റ്സും ഉണ്ടാവും. ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ചാപ്റ്റേഴ്സിന്റെ ഒരു കോമ്പിനേഷനാണ്. ബ്ലോക്ക് 1 ബ്ലോക്ക് 2 അങ്ങനെ രീതിയിലാണ് കേട്ടോ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഉള്ളിൽ തന്നെ യൂണിറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. യൂണിറ്റ്സിനുള്ളിൽ സബ് ടോപ്പിക്സും ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതില് 5 ബ്ലോക്കിൽ ബ്ലോക്ക് 1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 1 പേര് വരുന്നത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ബിസിനസ് എന്നാണ് വരുന്നത്. അതിൽ 4 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ്, സെക്കൻഡ് വൺ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്, തേർഡ് വൺ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബിസിനസ് എത്തിക്സ്, ആൻഡ് ഫോർത്ത് വൺ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബിസിനസ്. ഇൻ ടോട്ടൽ ആ ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലോട്ടുള്ള ഒരു ബേസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് ബ്ലോക്കിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് ബ്ലോക്കിലോട്ട് പോകുന്ന സമയത്ത് ബ്ലോക്ക് 2 പേര് വരുന്നത് ബിസിനസ് എന്റർപ്രൈസസ് ആണ്. ബിസിനസ് എന്റർപ്രൈസസിൽ നിങ്ങൾക്ക് ടോട്ടലി പഠിക്കാനുള്ളത് 4 യൂണിറ്റ്സ് ആണ്. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ 1, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ 2, പബ്ലിക് എന്റർപ്രൈസസ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്നുള്ള ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാൻ കിടക്കുന്നത്. ഓക്കെ, ബ്ലോക്ക് 2 നിങ്ങൾക്ക് 4 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. നമ്മൾ ബ്ലോക്ക് 3 പോകുന്ന സമയത്ത് ബ്ലോക്ക് 3 പേര് വരുന്നത് മാനേജ്മെന്റ് ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോൾ എന്നാണ്. അതിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 5 യൂണിറ്റ്സ് ആണ്. പ്ലാനിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ഓർഗനൈസിംഗ്, ഡിപ്പാർട്ട്മെന്റേഷൻ ആൻഡ് ഫോംസ് ഓഫ് അതോറിറ്റി റിലേഷൻഷിപ്പ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ഡീസെൻട്രലൈസേഷൻ, കൺട്രോൾ തുടങ്ങിയിട്ടുള്ള 5 യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് ബേസിക്കലി പഠിക്കാനുള്ളത്. ഇതെല്ലാം മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് ആണ് വരുന്നത്. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കൺട്രോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് ആയിട്ടാണ് വരുന്നത്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഒരു ബിസിനസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യേണ്ടത്, കൺട്രോൾ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബ്ലോക്കാണ് ബ്ലോക്ക് 3 വരുന്നത് കേട്ടോ. അടുത്തത് ബ്ലോക്ക് 4 ആണ്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ തന്നെ ബ്ലോക്ക് 4 ഇനി എന്താണ് പഠിക്കാനുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. ബ്ലോക്ക് 4 പേര് വരുന്നത് കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് ആണ്. അതിൽ 4 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് ടീം ബിൽഡിംഗ്. അടുത്തത് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ബിസിനസ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ടോട്ടൽ ബ്ലോക്ക് 5 ബ്ലോക്ക് വരുന്നത്. അതിന്റെ ലാസ്റ്റ് ബ്ലോക്ക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റിൽ 3 യൂണിറ്റ്സ് ആണ് പഠിക്കുന്നത്.
മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള 3 യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് ബ്ലോക്ക് 5 പഠിക്കാനുള്ളത്. ഇതോടുകൂടി തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത് എന്നുള്ളത്. അടുത്തത് നമ്മൾ അടുത്ത സബ്ജക്റ്റിലോട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ള രണ്ടാമത്തെ സബ്ജക്ട് BRL 101 ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ്. ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗിൽ നിങ്ങൾക്ക് ബേസിക്കലി 12 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. ഇൻ ടോട്ടൽ നിങ്ങൾക്ക് 12 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അതിന്റെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് വരുന്നത് റീറ്റെയിൽ സിനാരിയോ ആണ്. സെക്കൻഡ് യൂണിറ്റ് റീറ്റെയിൽ കൺസ്യൂമർ, തേർഡ് വൺ റീറ്റെയിൽ ഫോർമാറ്റ്, ഫോർത്ത് വൺ സോഴ്സിംഗ് ആൻഡ് മെർച്ചൻഡൈസിംഗ്, fifth one store design and visual merchandise, sixth one retail operations and store management, seventh one legal environment and security issues, eighth one technology in retailing, ninth one rural retailing and e-tailing. ഇനി ഒരു 3 യൂണിറ്റ്സും കൂടെ ഉണ്ട്. ബേസിക് ആയിട്ട് നിങ്ങൾ ഈ പേരുകളെല്ലാം തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കറിയാം ഹോൾസെയിൽ ബിസിനസ്സും റീറ്റെയിൽ ബിസിനസ്സും ഉണ്ട്. അതിൽ റീറ്റെയിലിംഗ് സിനാരിയോയിലോട്ട് വരുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിന് ലീഗൽ എൻവയോൺമെന്റ്, അതിന്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് കൺസ്യൂമർ ആയിട്ട് ഡീൽ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിന് തന്നെ 10ാമത്തെ യൂണിറ്റ് വരുന്നത് എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് കാരിയേഴ്സ് ഇൻ റീറ്റെയിൽ ഇൻഡസ്ട്രി, 11th വൺ എത്തിക്സ് ഇൻ റീറ്റെയിലിംഗ്, 12th വൺ റീറ്റെയിൽ ടെർമിനോളജി തുടങ്ങിയിട്ടുള്ള 12 യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് സബ്ജക്റ്റിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഇനി നമ്മൾ തേർഡ് സബ്ജക്റ്റിലോട്ടാണ് പോകുന്നത്. BEVAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ്. ഓക്കെ, ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത് 4 ബ്ലോക്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ബ്ലോക്ക് 1 വരുന്ന സമയത്ത് പേര് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ടോട്ടലി 3 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അവർ എൻവയോൺമെന്റ്, എക്കോസിസ്റ്റംസ് ആൻഡ് മേജർ എക്കോസിസ്റ്റം. നമുക്കറിയാം നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന സമയത്ത് പൊതുവേ ഒരു പറച്ചിലുണ്ട്, കൊമേഴ്സിലൈസേഷൻ വന്നതോട് കൂടിയാണ് പൊല്യൂഷനും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ട് നമ്മുടെ എൻവയോൺമെന്റ് നാശമാവുന്നത്. അപ്പൊ നമ്മളൊരു എത്തിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിട്ട് വളരണം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു കരിയർ കൊമേഴ്സിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഒബ്വിയസ്ലി നമ്മുടെ എൻവയോൺമെന്റിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ എക്കോസിസ്റ്റത്തിനെ പറ്റിയിട്ടും നമ്മുടെ എൻവയോൺമെന്റിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ ആക്ച്വലി നമ്മൾ പഠിക്കുന്നത്. ബ്ലോക്ക് 2 വരുന്ന സമയത്ത് നാച്ചുറൽ റിസോഴ്സസ് ഏതൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ലാൻഡ് ആൻഡ് വാട്ടർ, ഫോറസ്റ്റ് റിസോഴ്സസ്, ബയോഡൈവേഴ്സിറ്റി, വാല്യൂ ആൻഡ് സർവീസസ് ആൻഡ് എനർജി റിസോഴ്സസ് തുടങ്ങിയുള്ള 4 യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് ബ്ലോക്ക് 2 പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. അടുത്തത് ബ്ലോക്ക് 3 വരുന്ന സമയത്ത് പേര് വരുന്നത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. അതിൽ 4 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ബയോഡൈവേഴ്സിറ്റി ത്രെറ്റ്സ് ആൻഡ് conservation, environmental pollution and hazards, waste management, global environmental issues. അടുത്തത് ബ്ലോക്ക് 4 വരുന്ന സമയത്ത് പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. അത് 3 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻ, ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ്, എൻവയോൺമെന്റൽ എത്തിക്സ്. അങ്ങനെ ആ ഒരു 4 ബ്ലോക്സോട് കൂടി തന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് കിട്ടും. എൻവയോൺമെന്റ് സ്റ്റഡീസ് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് OMR ടൈപ്പ് ഓഫ് പാറ്റേൺ ഓഫ് എക്സാം ആണ് യൂഷ്വലി യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യാറുള്ളത് കേട്ടോ, ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടി മാത്രം. അടുത്തത് ഫോർത്ത് സബ്ജക്റ്റ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ള ഫോർത്ത് സബ്ജക്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. BECC 101 ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ്. ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ടോട്ടലി 6 ബ്ലോക്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. അതിൽ ബ്ലോക്ക് 1 വരുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ ആണ് ബ്ലോക്ക് 1ന്റെ നെയിം വരുന്നത്. അതിൽ വരുന്നത് 3 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആൻഡ് എക്കോണമി, സെക്കൻഡ് വൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ്, തേർഡ് വൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ പ്രാക്ടീസ്. നിങ്ങൾ +2 കൊമേഴ്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, നമുക്ക് എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സ് ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. 11th നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് ആണ്. അതിന്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് നമുക്ക് ബികോമിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 2 വരുന്ന സമയത്ത് ബ്ലോക്ക് 2ന്റെ പേര് വരുന്നത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. അതിന് തന്നെ 2 യൂണിറ്റ്സ് വരുന്നുണ്ട്. കൺസ്യൂമർ ബിഹേവിയർ കാർഡിനൽ അപ്രോച്ച് ആൻഡ് കൺസ്യൂമർ ബിഹേവിയർ ഓർഡിനൽ അപ്രോച്ച്. 2 രീതിയിലുള്ള അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് കൺസ്യൂമർ ബിഹേവിയർ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ഏരിയാസ് ഒക്കെയാണ് ബ്ലോക്ക് 2 ഡീൽ ചെയ്യുന്നത്. അടുത്തത് ബ്ലോക്ക് 3 വരുന്ന സമയത്ത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിലെ 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. പ്രൊഡക്ഷൻ വിത്ത് 1 വേരിയബിൾ ഇൻപുട്ട്, പ്രൊഡക്ഷൻ വിത്ത് 2 and more variable input, the cost of production.
പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളൊരു ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൊഡക്ഷനും അതിന്റെ കോസ്റ്റ് എത്രയാണെന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് എങ്ങനെയാണ് അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേ തുടങ്ങിയിട്ടുള്ള എക്കണോമിക് സൈഡ് ഓഫ് ബിസിനസിന്റെ ഏരിയാസ് ആണ് നമ്മൾ ബ്ലോക്ക് 3 ഡീൽ ചെയ്യുന്നത്. അടുത്തത് ബ്ലോക്ക് 4 വരുന്ന സമയത്ത് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഫേം ആൻഡ് ഇൻഡസ്ട്രി ഇക്വിലിബ്രിയം, monopoly, price and output decision, monopolistic competition, price and output decision, oligopoly, price and output decision. മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ മാർക്കറ്റിനെയും പല രീതിയിൽ നമുക്ക് ഒരു നെയിം ചെയ്യാൻ പറ്റും. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒലിഗോപോളി. മോണോപോളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു സിംഗിൾ സപ്ലയർ മാത്രമുള്ള സർവീസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബിസിനസ് ഇൻഡസ്ട്രീനൊക്കെ പറയുന്നത്. അപ്പൊ ഇന്ത്യൻ റെയിൽവേ ഒക്കെ മോണോപോളി നമ്മൾ എപ്പോഴും ന്യൂസിലൊക്കെ കാണാറുണ്ട്. കാരണം പ്രൈവറ്റ് റെയിൽ സർവീസ് ഇല്ലല്ലോ ഇന്ത്യയില്. അതേപോലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ഒരേപോലത്തെ ഫേംസ് ഉള്ള കുറച്ച് മാർക്കറ്റും, മോണോപോളിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിന്റെയും കൂടി ഒരു മിക്സും, ഒലിഗോപോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഫേംസിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സബ്ജക്ട് പഠിക്കുമ്പോൾ പഠിക്കാൻ പറ്റും കേട്ടോ. അടുത്തത് ബ്ലോക്ക് 5 വരുന്ന സമയത്ത് ബ്ലോക്ക് 5ന്റെ പേര് വരുന്നത് ഫാക്ടർ മാർക്കറ്റ് ആണ്. ഫാക്ടർ മാർക്കറ്റിലെ 3 യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫാക്ടർ മാർക്കറ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻ ആൻഡ് ലേബർ മാർക്കറ്റ് ആൻഡ് ലാസ്റ്റ് വൺ ലാൻഡ് മാർക്കറ്റ്. ബ്ലോക്ക് 5 നിങ്ങൾക്ക് ടോട്ടലി 3 മാർക്കറ്റ് ആണ് പഠിക്കാനുള്ളത് കേട്ടോ. 3 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അടുത്തത് ഈ ഒരു സബ്ജക്റ്റിലെ ഏറ്റവും ലാസ്റ്റത്തെ ബ്ലോക്ക് ആണ് ബ്ലോക്ക് 6, വെൽഫെയർ മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ദ റോൾ ഓഫ് ഗവൺമെന്റ്. ഇതിൽ 2 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. വെൽഫെയർ അലോക്കേറ്റീവ് എഫിഷ്യൻസി ആൻഡ് ദ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ മാർക്കറ്റ് മെക്കാനിസം, മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ദ റോൾ ഓഫ് ദ സ്കെയിൽ. ഇങ്ങനെ 6 എന്താ പറയാ ബ്ലോക്സ് ആണ് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതോടുകൂടെ നിങ്ങളുടെ ബ്ലോക്ക് 1 നിങ്ങളുടെ സെം 1ലുള്ള സബ്ജക്ട്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4 സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് സെം 1ൽ പഠിക്കാനുള്ളത്. നമ്മൾ ഇനി സെം 2 സബ്ജക്ട്സിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് തന്നെയുള്ള സ്നേഹ മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. ഓവർ ടു യു സ്നേഹ. കേൾക്കാമോ? ക്ലിയർ ആണോ? കേൾക്കാം. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് സെമ്മിലെ പേപ്പേഴ്സ് ആണ്. സെക്കൻഡ് സെമ്മിലെ ഒരു പ്രോബ്ലം പേപ്പർ എന്ന് തന്നെ നമുക്ക് പറയാം. എന്താണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. കൊമേഴ്സ് സ്റ്റുഡൻസ് ആണല്ലോ, നമ്മൾ അക്കൗണ്ടിങ് പേപ്പർ ഇല്ലാതെ നമുക്കൊരു ഇയർ ഇല്ലല്ലോ. അപ്പം നമുക്ക് എന്താണ് നമുക്ക് സെക്കൻഡ് സെമ്മിലെ ഒരു ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ടോട്ടൽ 6 ബ്ലോക്സ് ആണ് അതിന് കവർ ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ബ്ലോക്ക് തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക്, അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് തിയറീസ് ആയിരിക്കും ഈ ഒരു ബ്ലോക്കിൽ കവർ ചെയ്യുക. അതിൽ ടോട്ടൽ 4 യൂണിറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ്, ദെൻ അക്കൗണ്ടിങ് പ്രോസസ് ആൻഡ് റൂൾസ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതായത് ബേസിക് ആയിട്ടുള്ള നമ്മളുടെ അക്കൗണ്ടിങ് തിയറീസ് ഉണ്ടല്ലോ, അതായിരിക്കും ഈ ഒരു ബ്ലോക്കിൽ കവർ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ് ആണ് വരുന്നത്. അതായത് തിയറി പോർഷൻസ് എല്ലാം കവർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ബേസിക് ആയിട്ടുള്ള കുറച്ച് അക്കൗണ്ടിങ് പ്രോസസ്സിലോട്ടാണ് വരുന്നത്. അതായത് 3 യൂണിറ്റ് അക്കൗണ്ടിങ് പ്രോസസ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബേസിക് ആയിട്ട് നമ്മൾ +2 പഠിച്ചല്ലോ, ജേർണൽ എന്താണ്, ലെഡ്ജർ എന്താണ്. യൂണിറ്റ്സ് ഉണ്ട്, ജേർണൽ ആൻഡ് ലെഡ്ജർ, സബ്സിഡറി ബുക്സ്. 3 യൂണിറ്റ്സ് ആണ് അതിൽ കവർ ചെയ്യുക. ദെൻ ബ്ലോക്ക് 3 ഫൈനൽ അക്കൗണ്ട്സ് ആണ് ബ്ലോക്ക് 3 വരുന്നത്. അതിലും 3 യൂണിറ്റ്സ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ, ദെൻ ഫൈനൽ അക്കൗണ്ട്സിന്റെ പാർട്ട് 1 പാർട്ട് 2. അതായത് ഫൈനൽ അക്കൗണ്ട്സ് ഇച്ചിരി എന്താണ് ലെങ്തി പോർഷൻ ആണ്, നമുക്കറിയാലോ. അപ്പൊ അതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും. അങ്ങനെ ടോട്ടൽ 3 യൂണിറ്റ്സ് ആണ് ഫൈനൽ അക്കൗണ്ട്സിൽ വരിക. ദെൻ ബ്ലോക്ക് 3 നമുക്ക് വരുന്ന ബ്ലോക്ക് 4 വരുന്നത് ഹയർ പർച്ചേസ് ആൻഡ് ഇൻലാൻഡ് ബ്രാഞ്ചസ് ആണ്. അതിൽ 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഹയർ പർച്ചേസിനെ കുറിച്ച് 2 പാർട്ടും ബ്രാഞ്ച് അക്കൗണ്ട്സിനെ കുറിച്ച് 2 പാർട്ടും. അതായത് ഹയർ പർച്ചേസ് പാർട്ട് 1 പാർട്ട് 2, ബ്രാഞ്ച് അക്കൗണ്ട്സിന്റെ പാർട്ട് 1 പാർട്ട് 2 ആ ഒരു ബ്ലോക്ക് 4 നമ്മൾ കവർ ചെയ്യുക. ദെൻ ബ്ലോക്ക് 5 വരുന്നത്
കൺസൈൻമെന്റ്സ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ് ആയിരിക്കും. കൺസൈൻമെന്റ്സിനകത്തും നമ്മൾ മുമ്പേ കണ്ട പോലെ 3 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കൺസൈൻമെന്റ്സിനെ 2 പാർട്ടായിട്ട് തിരിച്ചു, ജോയിന്റ് വെഞ്ചേഴ്സിന്റെ 1 യൂണിറ്റ്, അങ്ങനെയാണ് ആ ഒരു ബ്ലോക്ക് കവർ ചെയ്യുക. ദെൻ ലാസ്റ്റ് ബ്ലോക്ക് 6. ബ്ലോക്ക് 6 പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, അതായത് ലാസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടാലി ഒക്കെ ബേസ് ചെയ്ത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും +2-ലൊക്കെ. അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ ഒരു 6th ബ്ലോക്ക്, അതായത് ലാസ്റ്റ് ബ്ലോക്കിൽ കവർ ചെയ്യുക. അതിൽ 4 യൂണിറ്റ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് ക്രിയേഷൻ ഓഫ് കമ്പനി, അതായത് ടാലിയിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത്. പിന്നെ ക്രിയേറ്റിംഗ് മാസ്റ്റേഴ്സ്, വൗച്ചർ എൻട്രീസ് ആൻഡ് ഇൻവോയ്സസ്. ദെൻ വരുന്നത് നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്സ്. ഇത് ഇത്രയുമായിരിക്കും നമ്മളുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ കവർ ചെയ്യുന്ന യൂണിറ്റ്സ്. ദെൻ നെക്സ്റ്റ് പേപ്പർ, അതായത് BCOS 186 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് ആണ് നെക്സ്റ്റ് പേപ്പർ വരിക. അതിന് ടോട്ടൽ 4 ബ്ലോക്സ് ആണുള്ളത്. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ്. അതിൽ 4 യൂണിറ്റ് എന്താന്നുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ദെൻ സെയിൽസ്മാൻഷിപ്പ് എന്താണ്, തേർഡ് വൺ സെയിൽസ് മാനേജ്മെന്റ്, ദെൻ സെയിൽസ് ഫോഴ്സ് മാനേജ്മെന്റ്. ഇത് ഇത്രയും യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് 1-ൽ വരിക. ദെൻ ബ്ലോക്ക് 2-ൽ വരുന്നത് ബൈയിങ് മോട്ടീവ്സ് ആൻഡ് സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ ആണ് വരുന്നത്. അതിൽ 3 യൂണിറ്റ്സ് ആയിട്ടാണ് പോർഷൻസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബൈയിങ് മോട്ടീവ്സ്, ബൈയിങ് ബിഹേവിയർ, സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ. ഓക്കെ, ദെൻ അതിനകത്ത് വരുന്നത് ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3-ൽ സെല്ലിംഗ് പ്രോസസ് ആണ് വരുന്നത്. ആ സെല്ലിംഗ് പ്രോസസ്സിൽ ടോട്ടൽ 3 യൂണിറ്റ്സ് ആണ് അതിനകത്ത് കവർ ചെയ്യുന്നത്. അതിനകത്ത് സെയിൽസ് പ്രോസസ്സ് വരുന്നു, സെയിൽസ് പ്രസന്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ വരുന്നു, കൺക്ലൂഡിങ് സെയിൽസ് വരുന്നു. അങ്ങനെ 3 യൂണിറ്റ്സ് ആണ് കവർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഫോർത്ത് ബ്ലോക്കിൽ വരുന്നത് സെയിൽസ് റിപ്പോർട്ട്, എത്തിക്സ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെ എന്താണ് സെയിൽസ് റിപ്പോർട്ട്, എന്താണ് എത്തിക്സ്, എന്താണ് അതിലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അങ്ങനത്തെ ഒരു ഡീറ്റെയിൽഡ് പോർഷൻ ആണ് നമ്മുടെ ഈ ഒരു ലാസ്റ്റ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ടോട്ടൽ 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. റിപ്പോർട്ട് ആൻഡ് ഡോക്യുമെന്റ് ഇൻ സെയിൽസ്, ദെൻ എത്തിക്സ് ഇൻ സെല്ലിങ്, സ്കിൽസ് ഫോർ സെയിൽസ് പേഴ്സൺ, പിന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ പേഴ്സണൽ സെല്ലിംഗ്. ഇങ്ങനെ ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ ഈ പേഴ്സണൽ സെല്ലിങ്ങിന്റെ പേപ്പറിനകത്ത് കവർ ചെയ്യുന്നത്. അതായത് ടോട്ടൽ 4 ബ്ലോക്സ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന സബ്ജക്റ്റ് ആണ് BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. അതായത് നമ്മുടെ ബിസിനസ്സിനെ ായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടർ അപ്ലൈ ചെയ്യുമല്ലോ. അപ്പോൾ അത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു പേപ്പറിനകത്ത് വരിക. അതിനകത്ത് 5 ബ്ലോക്സ് ആണ് ടോട്ടൽ വരുന്നത്. അതിലെ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. അതിൽ വരുമ്പം 4 യൂണിറ്റ്സ് നമുക്ക് കാണാം. ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ, ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, വെബ് ആപ്ലിക്കേഷൻസ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ഇങ്ങനെ 4 യൂണിറ്റ്സ് ആണ് അതിനകത്ത് കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ഡാറ്റ ഹാൻഡ്ലിംഗ് ആണ്. അതിനകത്തും 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം, IT സെക്യൂരിറ്റി മെഷേഴ്സ് ഇൻ ബിസിനസ്, ദെൻ ഇന്റർനെറ്റ് സർവീസസ് ആൻഡ് ഇമെയിൽ കോൺഫിഗറേഷൻ. ലാസ്റ്റ് യൂണിറ്റ് 8 എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മണി, ഇ വാലറ്റ് ആൻഡ് ഓൺലൈൻ പേ. സാധാരണ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കുറെ പ്രോസസ്സൊക്കെ ആണല്ലോ ഇത്. അപ്പം നമുക്ക് ബേസിക് കറന്റ് കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ പ്രോസസ്സും കാര്യങ്ങളുമാണ് ഈ ഒരു പേപ്പറിൽ ജനറലി കവർ ചെയ്ത് പോകുന്നത്. ദെൻ ബ്ലോക്ക് 3 വരുന്നത് വേർഡ് പ്രോസസ്സിംഗ് ആണ്. അതിനകത്ത് 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. ബേസിക്സ് ഓഫ് വേർഡ് പ്രോസസ്സിംഗ്, വർക്കിംഗ് വിത്ത് വേർഡ് പ്രോസസ്സിംഗ്, അഡ്വാൻസ്ഡ് ടൂൾസ് യൂസിംഗ് വേർഡ് പ്രോസസ്സിംഗ്, ക്രിയേറ്റിംഗ് ബിസിനസ് ഡോക്യുമെന്റേഷൻ. ദെൻ ബ്ലോക്ക് 4-ൽ പവർ പോയിന്റ് പ്രസന്റേഷൻ ആൻഡ് മൾട്ടിമീഡിയ. അതിനകത്ത് 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. വർക്കിംഗ് വിത്ത് പവർ പോയിന്റ് യൂസ് ചെയ്യുന്നതും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. ദെൻ മൾട്ടിമീഡിയ, വീഡിയോ മേക്കിംഗ്, യൂട്യൂബ്. ഇപ്പം ജനറൽ ആയിട്ട് നമ്മൾ അറിയാവുന്ന ബേസിക്സ് കുറച്ച് കാര്യങ്ങളുണ്ട് മൾട്ടിമീഡിയയുമായിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ വീഡിയോ മേക്കിംഗ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സ്റ്റെപ്സും കാര്യങ്ങളും, യൂട്യൂബ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് പോർഷൻസ് ആണ് ഈ യൂണിറ്റ് 14-ൽ വരുന്നത്. ദെൻ വരുന്നത് ക്രിയേറ്റിംഗ് ബിസിനസ് പ്രസന്റേഷൻ. ഇതൊക്കെ റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, എങ്ങനെ നമുക്ക് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതൊക്കെ മിങ്കിൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം എന്ന പ്രോസസ്സും കാര്യങ്ങളും ആയിരിക്കും യൂണിറ്റ് 15-ൽ വരിക. ദെൻ ബ്ലോക്ക് 5-ൽ വരുന്ന സ്പ്രെഡ്ഷീറ്റ്സ് ആൻഡ് ബിസിനസ് ആപ്ലിക്കേഷൻ. അതായത് നമുക്ക് സ്പ്രെഡ്ഷീറ്റ്സ് എന്ന് പറയുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. അത് ഇനി ബിസിനസ്സിനകത്ത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു അതിന്റെ കുറെ ആപ്ലിക്കേഷൻസ് പോർഷൻസ് ആയിരിക്കും വരുന്നത്. സ്പ്രെഡ്ഷീറ്റ് കൺസെപ്റ്റ് വരുന്നുണ്ട്, ഫോർമുലാസ് ആൻഡ് ഫംഗ്ഷൻസ് വരുന്നുണ്ട്, ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ വരുന്നുണ്ട്, അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഇൻ സ്പ്രെഡ്ഷീറ്റ് വരുന്നുണ്ട്. അതായത് സ്പ്രെഡ്ഷീറ്റിനകത്ത് നമ്മൾ സാധാരണ ഡാറ്റ സെൻറ്റർ ചെയ്യുന്ന മാത്രമല്ലാത്ത കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് യൂണിറ്റ് വരുന്നത് ക്രിയേറ്റിംഗ് ബിസിനസ് സ്പ്രെഡ്ഷീറ്റ്. അതായത് ബിസിനസ് സ്പ്രെഡ്ഷീറ്റ് നമ്മൾ നോർമൽ
സ്കൂളിലൊക്കെ പഠിക്കുന്ന സ്പ്രെഡ്ഷീറ്റ് അല്ലാതെ ബിസിനസ് സ്പ്രെഡ്ഷീറ്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതൊക്കെയായിരിക്കും ഈ ഒരു യൂണിറ്റ് 20 വരിക. ദെൻ നമ്മുടെ ലാസ്റ്റ് സബ്ജക്ട് 8th സബ്ജക്റ്റ് ആണ് BEd SV 101 വാല്യൂ എഡ്യൂക്കേഷൻ. ഇനി അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ബ്ലോക്സ് ആയിരിക്കും. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് കൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് ആണ്. ഇതിനകത്ത് 4 യൂണിറ്റ്സ് വരുന്നു. സോഷ്യൽ മലസി ആൻഡ് നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ. വാല്യൂ എഡ്യൂക്കേഷന്റെ നീഡ്സ് എന്താണ് എന്നുള്ള ഇതുമായിട്ട്, അല്ലെങ്കിൽ അത് സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രാധാന്യം എന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ. ദെൻ കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ. മൊറാലിറ്റി എന്താണ്, അല്ലെങ്കിൽ മോറൽ എഡ്യൂക്കേഷൻ എന്താണ്, അതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റ്സും അതിന്റെ ഡീറ്റെയിൽസ്. ദെൻ ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി, എത്രത്തോളം അതിന്റെ വ്യാപ്തിയുണ്ട് എന്നതിനെ കുറിച്ച്. ദെൻ പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി, ലിവിങ് ഇൻ പീസ് ആൻഡ് ഹാർമണി. ഇത് ഇത്രയുമായിരിക്കും ഒരു 4 യൂണിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ കവർ ചെയ്യുക, വാല്യൂ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത്. ദെൻ ബ്ലോക്ക് 2 വരുന്നത് ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ റൂൾസ്. അതായത് കൾച്ചർ ചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ഹ്യൂമൻ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും. 4 യൂണിറ്റ്സ് ഉണ്ട്. ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, ഇന്ത്യൻ കൾച്ചറും ഹ്യൂമൻ വാല്യൂസും തമ്മിലുള്ള റിലേഷൻസും കാര്യങ്ങളും. ദെൻ വാല്യൂസ് എൻഷ്രൈൻ ഇൻ ഇന്ത്യൻ ഫിലോസഫി, ഇന്ത്യൻ ഫിലോസഫിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ വാല്യൂസിന്റെ കാര്യങ്ങൾ. കൾച്ചറൽ പ്ലൂറലിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സൊസൈറ്റിയിലെ ായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഇന്ത്യൻ ബേസിൽ നിൽക്കുമ്പോൾ അത് റിലേറ്റ് ചെയ്ത് വേണമല്ലോ ഇതിന്റെ വാല്യൂ എഡ്യൂക്കേഷൻസ് എല്ലാം പഠിക്കാൻ. അങ്ങനത്തെ വരുന്നൊരു സെഷൻസ് ആയിരിക്കും ഇതിൽ വരിക. ലാസ്റ്റ് വൺ വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതായത് നമ്മളൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ വാല്യൂ എന്താണ്, അതിന്റെ നീഡ്സ് എന്താണ്, അങ്ങനത്തെ കുറച്ച് പോർഷൻസ് ആയിരിക്കും ഈ ലാസ്റ്റ് യൂണിറ്റിൽ വരിക. ദെൻ നെക്സ്റ്റ് ബ്ലോക്ക്, തേർഡ് ബ്ലോക്കിൽ വരുന്നത് തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻസ് ആണ്. അതിലും 4 യൂണിറ്റ്സ് വരുന്നു. തിയറീസ് ഓഫ് ഗുഡ്നസ്, ദെൻ തിയറീസ് ഓഫ് കണ്ടക്ട്, എന്താണ് നല്ലത് ചെയ്യുന്നതിന്റെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ കോണ്ടക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെ പെരുമാറാം അതുമായിട്ട് റിലേറ്റ് ചെയ്ത്. ദെൻ റീസൺസ് ആൻഡ് ഇമോഷൻസ് ഇൻ ഹ്യൂമൻ കോണ്ടക്ട്, അതായത് നമ്മൾ ഓരോ പ്രാവശ്യം പെരുമാറുന്ന രീതിയിൽ, നമ്മൾ ബിഹേവ് ചെയ്യുന്നതിൽ ഓരോ റീസൺസും കാണും, ഓരോ ഇമോഷൻസും വേരി ചെയ്ത് ഓരോ പേഴ്സൺസ് ഇൻഡിവിജ്വൽസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിലും വേരിയേഷൻസ് വരും. അതൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള റീസൺസും എങ്ങനെ ചേഞ്ചസ് വരും, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ദെൻ ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി, രണ്ടാണ്, രണ്ടും ഒന്നുപോലെ തോന്നും, പക്ഷെ ക്യാരക്ടറും വേറെയാണ് പേഴ്സണാലിറ്റിയും വേറെയാണ്. അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആ ലാസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നു. ദെൻ ബ്ലോക്ക് 4 വരിക സോഷ്യൽ ഡൈനാമിക് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്. അതും 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ, ദെൻ സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, കോൺഫ്ലിക്ട്സ് ഓഫ് റെസൊല്യൂഷൻ, പ്രോസസ് ഓഫ് ഹ്യൂമൻ അഡ്ജസ്റ്റ്മെന്റ്. ദെൻ ലാസ്റ്റ് ബ്ലോക്ക്, 5th ബ്ലോക്ക് എന്ന് പറയുന്നത് സോഷ്യൽ ലിങ്കേജസ് ആണ്. അതും 4 യൂണിറ്റ്സ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. വാല്യൂ ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, family and neighborhood, then school and peer, role of parents, influence of media and value development. അതായത് സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ മറ്റു സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിഹേവിയർ എല്ലാം തമ്മിലുള്ളൊരു റിലേഷൻസ് ആയിരിക്കും ഇതിനകത്ത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇത് ഇത്രയുമാണ് നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ 8 സബ്ജക്റ്റും കഴിഞ്ഞു. ഇനി നമുക്ക് മെയിനായിട്ട് അറിയാം, നമുക്ക് എന്താണ് 2 ക്രൈറ്റീരിയാസ് ഉണ്ട്. നമുക്ക് നമ്മുടെ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തെന്ന് ഓൺ ബോർഡിങ്ങിലൊക്കെ കേട്ട് കാണും അല്ലെ. അസൈൻമെന്റ്സും ഉണ്ട്, തിയറിറ്റിക്കൽ എക്സാംസ് ഉണ്ട്, അല്ലെങ്കിൽ തിയറി എക്സാംസ് ഉണ്ട്, TEE എന്ന് പറഞ്ഞുകൊണ്ട് പറയും. അപ്പം ഇത് രണ്ടും തമ്മിൽ എന്താണ്, അല്ലെങ്കിൽ ഇത് രണ്ടിന്റെയും പ്രാധാന്യം ഓരോന്നും നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ അസൈൻമെന്റ്. അസൈൻമെന്റിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റിൽ തന്നെ നോക്കുക, നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്, അതായത് നമുക്ക് രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റഡി സെന്റർ സെലക്ട് ചെയ്യും അല്ലെ. നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു റീജിയണൽ സെന്റർ സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏത് റീജിയനിലാണ് വരുന്നത് ആ റീജിയണൽ സെന്റർ എടുക്കുന്നു. അതിനുള്ളിൽ പല സ്റ്റഡി സെന്റേഴ്സ് ഉണ്ടെന്ന് കഴിഞ്ഞ സെഷനിലൊക്കെ നമ്മൾ കേട്ടു. അതിൽ ഏറ്റവും നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള സ്റ്റഡി സെന്റർ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. ആ സ്റ്റഡി സെന്ററിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് പോയി സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മളുടെ അസൈൻമെന്റ്സ്. ദെൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻമെന്റിന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറി ക്വസ്റ്റ്യൻസ് DCQ വരുന്നുണ്ട്, ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അതായത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ആയിരിക്കും ഈ ഒരു അസൈൻമെന്റ്സിൽ വരിക. ദെൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീഡ് ടു ബി സബ്മിറ്റഡ് ഇൻ ഹാൻഡ് റിട്ടൺ ഫോം.
അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റഡി സെന്ററിൽ പ്രിന്റഡ് ഫോമിലല്ല വെക്കുന്നത്, അല്ലെങ്കിൽ മെയിൽ അയക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഒരു ഹാൻഡ് റിട്ടേൺ രീതിയിൽ നമ്മൾ എഴുതി കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. ദെൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി. ഇതിന്റെ നമ്മൾ വൺസ് നമ്മളിത് കംപ്ലീറ്റ് ആയി സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, അതായത് ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നമ്മുടെ കയ്യിൽ വെക്കുക. കാരണം നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്തു എന്നതിന്റെ ഒരു എവിഡൻസ് എന്ന രീതിയിൽ എത്രത്തോളമാണ്, അല്ലെങ്കിൽ ഞാൻ എഴുതിയിരിക്കുന്ന കണ്ടന്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്കൊരു എവിഡൻസ് ആയിട്ട് ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് നമ്മുടെ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ് എപ്പോഴും നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്മിഷൻ അക്നോളജ്മെന്റ്. അതായത് നമ്മൾ വൺസ് ഒരു ഈ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു റെസിപ്റ്റ്, എന്ത് സാധനങ്ങളും മേടിക്കുമ്പോൾ നമ്മളൊരു റെസിപ്റ്റ് മേടിക്കുമല്ലോ അല്ലെ കരുതുമല്ലോ. അതേപോലെ തന്നെ വൺസ് നമ്മൾ ഈ ഒരു അസൈൻമെന്റ് വെക്കുന്ന സമയത്ത് അവിടെ നിന്നൊരു റെസിപ്റ്റ് പോലെ അക്നോളജ്മെന്റ് സ്ലിപ്പ് തരും. അതായത് നമ്മൾ ഏതൊക്കെ സബ്ജക്ട്സ് ആണോ വെച്ചിരിക്കുന്നത് അതിന്റെ ലിസ്റ്റും കോഡും സബ്ജക്ട് കോഡും സബ്ജക്റ്റിന്റെ പേരും എഴുതി അവിടെ നിന്ന് സൈനും സീലും ചെയ്തൊരു സ്ലിപ്പ് തരും. അത് നമ്മൾ എന്ത് ചെയ്യണം, നല്ല സീരിയസ് ആയിട്ട് തന്നെ അത് അവിടെ നിന്ന് മേടിക്കുകയും വേണം, അതേപോലെ തന്നെ സൂക്ഷിക്കുകയും വേണം. കാരണം നമ്മൾ ഇത് വെച്ചു സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ് ഈ ഒരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഈ ഒരു നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റ് എന്ന് പറയുന്നത് ഇഗ്നോ സ്റ്റഡീസിന്റെ നിന്ന് വിത്തിൻ എ മന്ത് നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ മേടിക്കാൻ പറ്റും. അതായത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ ഒരു 1 month ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ അസൈൻമെന്റ് പോയി തിരിച്ച് റിട്ടേൺ മേടിക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം ഒരു 1 month കൊണ്ട് അവർ വാല്യൂ ചെയ്ത് തിരിച്ചു തരും എന്ന രീതിയിൽ നമ്മൾ ചെന്ന് ആവശ്യപ്പെട്ട അസൈൻമെന്റിന്റെ ഡീറ്റെയിൽസ് എന്താണ് അത് റിട്ടേൺ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ അത് തരുന്നതായിരിക്കും. വാല്യൂ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്കത് തിരിച്ചു കൈപ്പറ്റാവുന്നതാണ്. ദെൻ വരുന്നത് ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 1 month കഴിയുമ്പോൾ നമുക്ക് മേടിക്കാണ്. അപ്പം അങ്ങനെ വാല്യൂ ചെയ്ത് നമുക്ക് തിരിച്ച് കൈപ്പറ്റുന്ന അസൈൻമെന്റ്സിന് അല്ലെങ്കിൽ അന്നേരം ആ കൈ കിട്ടുന്ന അസൈൻമെന്റ്സിന് പറയുന്നത് ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ്. അതായത് അവിടുത്തെ ട്യൂട്ടേഴ്സ്, അതായത് സ്റ്റഡി സെന്ററിൽ വാല്യൂ ചെയ്തതിന് ശേഷമുള്ള അസൈൻമെന്റ് ആണല്ലോ അന്നേരം കയ്യിലുള്ളത്, അതിനെയാണ് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് അവർ ഓൾറെഡി വാല്യൂ ചെയ്ത് ചെക്ക് ചെയ്ത് വാല്യൂ ചെയ്ത് കഴിഞ്ഞ അസൈൻമെന്റ്സ് ആണ് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിനിമം പെർസെൻറ്റേജ് ഉണ്ട്. 35% മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ആ ഒരു കോഴ്സിന്റെ അസൈൻമെന്റ്, അതായത് പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് നമുക്ക് പാസ്സായി വെറുതെ പേരിന് കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല. ഒരു മിനിമം മാർക്ക് 35% ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് പാസ് ആകത്തുള്ളൂ. അത് മാത്രമല്ല നമ്മൾ TEE എക്സാമിന് വേണ്ടി എലിജിബിൾ ആകത്തുള്ളൂ. അതായത് നമ്മൾ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റിന് മിനിമം 35% എങ്കിലും നമ്മൾ നേടിയിരിക്കണം. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഫ് യു ഡു നോട്ട് പാസ് ഇൻ ദ അസൈൻമെന്റ് എന്തായിരിക്കും, നമുക്ക് ഫ്രഷ് അസൈൻമെന്റ്സ് വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അതായത് റീസബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതായത് നമുക്കൊരു മിനിമം മാർക്ക് കിട്ടിയില്ല, നമുക്ക് 35 മാർക്സിന് താഴെയാണ് നമ്മളുടെ അസൈൻമെന്റ് ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സിന് കിട്ടിയിരിക്കുന്ന മാർക്കെങ്കിൽ നമ്മൾ വീണ്ടും അത് പുതിയൊരു അസൈൻമെന്റ്, പുതിയ അവർ അന്നേരത്തെ അപ്ഡേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരിക്കും അന്നേരം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അസൈൻമെന്റ് ആയിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. അത് സ്റ്റഡി സെന്റർ ആവശ്യപ്പെടുന്ന അനുസരിച്ചിരിക്കും ബാക്കി സബ്മിഷൻസും അല്ലെങ്കിൽ എന്താണ് അതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളും വരിക കേട്ടോ. ദെൻ അസൈൻമെന്റ്സിന്റെ കാര്യങ്ങൾ അത്രയുമാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ടേം ആൻഡ് എക്സാമിന്റെ കാര്യം. എക്സാംസിനെ കുറിച്ച് നോർമലി നമ്മുടെ എക്സാംസ് വരുന്നത് ഇയറിൽ 2 പ്രാവശ്യമായിരിക്കും, ജൂണിലും ഡിസംബറിലുമായിരിക്കും ഹെൽഡ് ചെയ്യുന്നത്. സെമസ്റ്റർ വൈസ് ആണ് കാര്യങ്ങൾ വരുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്കറിയാലോ, നമ്മൾക്ക് ബികോംകാർക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർലി 1 year കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ ജൂലൈ ബാച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി എക്സാം എഴുതാൻ പറ്റുന്നത് നെക്സ്റ്റ് ജൂൺ 1 year കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ എക്സാംസിന് അറ്റൻഡ് ചെയ്യുക. ദെൻ after successfully completion of the coursework and getting grade പാസ് ഗ്രേഡ് ഇൻ അസൈൻമെന്റ്സ്, നമ്മൾ രണ്ടിനും എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു, കുഴപ്പമില്ല. അസൈൻമെന്റ്സിന് ഗ്രേഡും കിട്ടി, പാസ് 35%-ന് മുകളിലും കിട്ടിയിട്ടുണ്ട് എങ്കിൽ എന്താണ്, നമുക്ക് ധൈര്യമായിട്ട് നമ്മളുടെ എക്സാംസിന് വേണ്ടി ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ് ഓൺലൈൻ ആയിരിക്കും വരുന്നത്. അതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട്, ഇപ്പോൾ ഒക്ടോബർ 31 മുമ്പായിട്ട് അല്ലെങ്കിൽ സെപ്റ്റംബർ 31 മുമ്പായിട്ട് എന്ന് ഏതെങ്കിലും ഒരു ഡേറ്റ് പറയുകയാണ് എങ്കിൽ
ആ ഡേറ്റിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഓൺലൈൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഇനി ഞാൻ പറഞ്ഞു ഓൾറെഡി എന്താണ് രണ്ട് ടൈമിലാണ് ഇയർലി എക്സാംസ് നടക്കുന്നത്. ജൂണിലും നടക്കുന്നുണ്ട്, ഡിസംബറിലും നടക്കുന്നുണ്ട്. ഇപ്പൊ വൺസ് നമ്മൾ ജൂണിലാണ് എക്സാംസ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതായാലും ഇനി ഫസ്റ്റ് ഇയർ എക്സാം എഴുതാൻ പറ്റുന്നത് വരുന്ന ജൂണിലായിരിക്കുമല്ലോ, 2025 ജൂണിലാണ്. അപ്പം നിങ്ങൾക്ക് ഒരു മാർച്ച് 31 ആയിരിക്കും ഏകദേശം ഒരു ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുക അപ്ലൈ ചെയ്യാനുള്ള. അപ്പം നിങ്ങൾ ആ കൃത്യം ഡേറ്റ് നോക്കി, നിങ്ങൾ ഓൾറെഡി നിങ്ങളെ ഇൻഫോം ചെയ്യും. അപ്പം അതനുസരിച്ച് നോക്കി അതിന് സ്പെസിഫിക് ഒരു ലിങ്ക് കാണും അപ്ലൈ ചെയ്യുന്ന, അതിനകത്ത് കയറി എന്ത് ചെയ്യുക, എക്സാംസിന് അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഏതൊക്കെ എക്സാംസ് ആണ് എഴുതുന്നത് അതിന് സെപ്പറേറ്റ് ഫീസ് ഉണ്ട്, അതനുസരിച്ച് അടച്ച് നമ്മൾ എന്ത് ചെയ്യണം, എക്സാംസിന് അപ്ലൈ ചെയ്യണം. ദെൻ ഇനി ഡിസംബർ സൈക്കിളിൽ എക്സാംസ് എഴുതുന്നവരാണ് എങ്കിൽ എന്ത് ചെയ്യണം, സെപ്റ്റംബർ 30 മുമ്പായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. ദെൻ ഇതിനും എന്താണ് പാസ് മാർക്ക് വരുന്നുണ്ട്. മിനിമം 35% ആണ് തിയറി എക്സാംസിന് നമുക്ക് പാസ് മാർക്ക് ഉള്ളത് ഓരോ കോഴ്സിനുമേ. ദെൻ ഇതിന് താഴെയാണെങ്കിൽ, അതായത് പാസ് മാർക്ക് ഇല്ല എങ്കിൽ എന്തായിരിക്കും, ഓഫ് കോഴ്സ് നമ്മൾ റീഅപ്പിയർ ചെയ്യണം, എക്സാംസ് വീണ്ടും നമ്മൾ എഴുതേണ്ടി വരും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിം എക്സാം ഇൻ നെക്സ്റ്റ് TE വിത്തിൻ 6 years ഓഫ് ദ പ്രോഗ്രാം. അതായത് അടുത്ത 6 വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ പേപ്പേഴ്സ് ക്ലിയർ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി, തൊട്ടടുത്ത സെമ്മിൽ തന്നെ ക്ലിയർ ചെയ്യണം, അല്ല ഇത് ക്ലിയർ ചെയ്യാത്തതുകൊണ്ട് അടുത്ത എക്സാം എഴുതാൻ പറ്റത്തില്ല, അങ്ങനെയില്ല. തൊട്ട് മുന്നോട്ടുള്ള ഏരിയയിൽ ആ ഒരു നിങ്ങളുടെ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, രജിസ്ട്രേഷൻ വാലിഡിറ്റി പറയുന്നുണ്ടല്ലോ, അതനുസരിച്ച് ആ ഒരു 6 yearsനുള്ളിൽ നമ്മുടെ പേപ്പേഴ്സ് ക്ലിയർ ചെയ്തെടുക്കാം. ഇത് ഇത്രയുമാണ് ടേം ആൻഡ് എക്സാമിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. ദെൻ വരുന്നത് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം 2 രീതിയിലാണ് വരുന്നത്. ഇപ്പം നമ്മൾ തന്നെ കണ്ടല്ലോ, അസൈൻമെന്റ്സും ഉണ്ട്, TE എക്സാംസും ഉണ്ട്. TE എക്സാംസിൽ എന്തായിരിക്കും, ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ് കിട്ടും, അതിനകത്ത് എന്ത് കാണും, നമ്മളുടെ അസൈൻമെന്റ്സിന്റെ മാർക്കുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ടേം ആൻഡ് എക്സാംസ് തിയറി എക്സാംസ് എഴുതുമ്പോൾ അതിന്റെ മാർക്കും കിട്ടും. അങ്ങനെ ആയിരിക്കും നമ്മൾ ഫൈനൽ റിസൾട്ട്സ് കിട്ടുക. അപ്പം നമ്മുടെ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സിൽ വരിക നമുക്ക് ഒരു നോർമലി കമ്പൈൻഡ് ഒന്ന് മ്യൂട്ട് ചെയ്തോണേ. മാർക്ക് അസൈൻമെന്റ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അസൈൻമെന്റ്സിന് കിട്ടിയ മാർക്കിനെ അവർ 30 കൺവേർട്ട് ചെയ്യും. ഔട്ട് ഓഫ് 30 100ൽ 30 ഔട്ട് ഓഫ് 30 എന്ന രീതിയിൽ എന്ത് ചെയ്യും, ഒരു 30 കൺവേർട്ട് ചെയ്യുന്നു. ദെൻ നമുക്ക് തിയറിക്ക് കിട്ടിയ മാർക്കിനെ 70 കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ എന്താണ്, ഒരു 100 മാർക്സ്. നിങ്ങൾക്ക് അറിയാലോ, 30% നമ്മുടെ അസൈൻമെന്റിന്റെ മാർക്കിനെയും 70% എന്ന് പറയുന്നത് നമ്മുടെ തിയറി മാർക്കിനെയുമാണ് അവിടെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ടോട്ടൽ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ്, ഔട്ട് ഓഫ് 100 ആയിരിക്കും കമ്പൈൻഡ് മാർക്ക് അല്ലെങ്കിൽ ടോട്ടൽ മാർക്ക് എന്ന രീതിയിൽ നമ്മൾ കമ്പൈൻ ചെയ്ത് നമ്മുടെ ഷീറ്റിൽ, ഗ്രേഡ് ഷീറ്റിൽ വരിക. ദെൻ ഗ്രേഡിംഗ് ടേബിളും കൂടെ നോക്കിയിട്ട് ഗ്രേഡിംഗ് ടേബിൾ എന്ന് പറയുന്നത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഗ്രേഡ് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ഗ്രേഡ് എന്താണ്, 10 ഗ്രേഡ് ഉണ്ടെങ്കിൽ ഓ പറയും. അതായത് 85% അതിന് എബോവ് ആണെങ്കിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് ഗ്രേഡ് ആണ് വരിക. ദെൻ നമുക്ക് 75 to 85% ആണെങ്കിൽ നമ്മൾ 9 ഗ്രേഡ് ആയിരിക്കും വരുന്നത്, അതിന് A+ അല്ലെങ്കിൽ എക്സലന്റ് എന്ന് പറയുന്നു. ദെൻ 65 to 75 ആണെങ്കിൽ അത് 8th ഗ്രേഡ് ആയിരിക്കും, അത് A ഗ്രേഡ് ആണ് വരുന്നത്, വെരി ഗുഡ് എന്ന രീതിയിൽ. ദെൻ 55 to 65 ആണെങ്കിൽ 7 ആയിരിക്കും വരിക, അതിന് വരുന്നത് B+, ഗുഡ്. ദെൻ 50 to 55 ആണെങ്കിൽ എബോവ് ആവറേജ്, B ഗ്രേഡ് ആയിരിക്കും. ദെൻ 40 to 50 ആണെങ്കിൽ C ഗ്രേഡ് ആയിരിക്കും, ആവറേജ്. 35 to 40 ആണെങ്കിൽ D, പാസ് മാർക്ക് ആണ് വരുന്നത്. D ഗ്രേഡ് വരെ നമുക്ക് പാസ് മാർക്കാണ്, ഓൾറെഡി പറഞ്ഞല്ലോ 35% വേണം ജയിക്കാൻ. ഇനി 35% ബിലോ ആണ് വരുന്നത് എങ്കിൽ അതെന്തായിരിക്കും, ഫെയിൽ ആയിരിക്കും. ഇനി അല്ല AB എന്നുണ്ടെങ്കിൽ അതെന്താണ്, ആബ്സെന്റ്. നമ്മൾ അപ്ലൈ ചെയ്ത് പക്ഷേ എക്സാംസ് എഴുതിയിട്ടില്ല എങ്കിൽ അതിന് ആബ്സെന്റ്, AB എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നത്. ഇനി ഓവറോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരു ഏകദേശം ഐഡിയ ഒക്കെ ആയോ, മനസ്സിലായോ? ഇത് ഇത്രത്തോളം നമ്മുടെ സബ്ജക്ട്സ് നമ്മളിപ്പം ഓക്കെ, നമ്മൾ ഇത്രത്തോളം നോക്കിയിരിക്കുന്നത് നമ്മളുടെ 1 year ഫസ്റ്റ് ഇയറിലെ ടോട്ടൽ സബ്ജക്ട്സുകൾ നമ്മളിപ്പോൾ നോക്കി. ഏതൊക്കെ യൂണിറ്റ്സ് ആണ് അല്ലെങ്കിൽ ബ്ലോക്സ് ആണ്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ്, ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഒന്നും ഒരു എന്താണ് ഒത്തിരി കടൽ പോലെ നിങ്ങൾക്ക് ഒത്തിരി തോന്നിക്കാണും. പക്ഷെ എന്താണ്, നമ്മൾ ഓരോ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും സംഗതി നിസ്സാരമായിരിക്കും. നിങ്ങൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല, കാരണം ഒരു വർഷം കൊണ്ട് പഠിക്കുന്ന സബ്ജക്റ്റുകളാണ് നമ്മളിപ്പോൾ കേട്ടെ അല്ലേ. അപ്പം അത് അങ്ങനെ പോവുക.
ദെൻ അതേപോലെ മുന്നോട്ട് വരുമ്പം നമ്മൾ അസൈൻമെന്റ്സിന്റെയും തിയറിയും എക്സാംസിന്റെയും ഡീറ്റെയിൽസും മനസ്സിലായി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മനസ്സിലായത്, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ഒരു ടോട്ടൽ സെഷനിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലാരിറ്റി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. സബ്ജക്ട് റിലേറ്റഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് അസൈൻമെന്റ്സും തിയറി പോർഷൻസും എക്സാമിന്റെ പോർഷനും രണ്ടും ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഡൗട്ട്സ് ഒന്നുമില്ല അല്ലെ ആർക്കും? ഇനി പഠിച്ചു തുടങ്ങാൻ മതിയെന്നായിരിക്കും. അതെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്റ്റഡി സെന്ററിൽ നമ്മൾ ഈ അസൈൻമെന്റ് നമ്മൾ തന്നെ കൊണ്ട് കൊടുക്കണമെന്നുണ്ടോ? പേഴ്സണലി ഞാനിപ്പോ അബ്രോഡിലാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. അത് കുഴപ്പമില്ല. റിലേറ്റീവ്സ് ആരെങ്കിലും കൊണ്ടൊന്ന് സബ്മിറ്റ് ചെയ്താലും മതി. ആര് സബ്മിറ്റ് ചെയ്താലും അക്നോളജ്മെന്റ് റെസീപ്റ്റ് മേടിക്കണം, അത്രേ നോക്കിയാൽ മതി. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ആരുടെ കൊടുക്കണോ? അതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു തരും. അത് സ്റ്റഡി സെന്ററിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഗ്നോടെ ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ലേൺ വൈസിന്റെ ഒരു സീരീസ് ഇപ്പൊ യൂട്യൂബിൽ നടക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഓരോ സ്റ്റഡി സെന്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഓരോ കോളേജിലും ഓരോ സ്റ്റഡി സെന്ററിലും അതിന്റെ കറസ്പോണ്ടിങ് ആളുണ്ടായിരിക്കും, റെസ്പോൺസിബിൾ ആയിട്ടുള്ള കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ആണ് പോണേന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻഫോം ചെയ്യാം, അബ്രോഡാണ്, ഇങ്ങനെ ആള് സ്റ്റുഡന്റ് അബ്രോഡാണ്, അവിടുന്ന് എഴുതിയിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നതാണ്, ഞങ്ങൾ ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറയാം. സബ്മിറ്റ് ചെയ്തതിനു ശേഷം അക്നോളജ്മെന്റ് റെസിപ്റ്റും കൂടെ കൈപ്പറ്റുക കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ ചെന്ന് ചോദിച്ചാൽ മതി അല്ലെ ഇഗ്നോയുടെ കോർഡിനേറ്റർ ആരാണെന്ന്? മതി. ഇഗ്നോയുടെ സ്റ്റഡി സെന്ററിൽ ഓഫീസ് ഉണ്ട് നമുക്ക് അവിടെ. ഓരോ സ്റ്റഡി സെന്റേഴ്സിലും നമുക്ക് ഓഫീസ് ഉണ്ട്. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ അവൈലബിൾ ആവും കേട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ക്ലിയർ ആവുന്നില്ല, ഒന്ന് ഓർത്ത് പറയും. അസൈൻമെന്റ്സ് ബൈ പോസ്റ്റ് അയക്കാമോ? ബൈ പോസ്റ്റ് ആയിട്ടും അയക്കാൻ പറ്റും. നമുക്ക് പോസ്റ്റ് ആയിട്ട് അയക്കാം. അപ്പോഴും നമുക്കൊരു അക്നോളജ്മെന്റ് റെസീപ്റ്റ് അവരുടെ അടുത്ത്. അത് നിങ്ങൾ ബൈ പോസ്റ്റ് ആയിട്ട് അയക്കുന്നതിന് മുമ്പ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സ്റ്റഡി സെന്റർ പറയുകയാണ് അവർ അക്സെപ്റ്റ് ചെയ്യും ബൈ പോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അതൊക്കെ സ്റ്റഡി സെന്റർ ആയിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഉറപ്പ് വരുത്തണേ. ബൈ പോസ്റ്റ് അയക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് അക്നോളജ്മെന്റ് സ്ലിപ്പ് തിരിച്ചയക്കാനുള്ള എൻവലപ്പ് മേ ബി വെക്കേണ്ടി വരും കേട്ടോ. നമ്മൾ അക്നോളജ്മെന്റ് അവര് ഗൈഡ് ചെയ്യും. ചില സ്റ്റഡി സെന്റേഴ്സിൽ ഓൺലൈൻ ഫോം ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിന്റെ റെസിപ്റ്റ് കിട്ടും. ചില സ്റ്റഡി സെന്റേഴ്സിന് ഇങ്ങനെ പോസ്റ്റലായിട്ട് കൊടുക്കുന്ന സമയത്ത് അവര് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരണല്ലോ, നിങ്ങളുടെ അസൈൻമെന്റ്സ് ഞങ്ങൾ കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ടില്ലേ, അതിന്റെ റെസിപ്റ്റ് നമ്മൾ തന്നെ ചിലപ്പോൾ പ്രിന്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പ്രിന്റ് ചെയ്ത ഫോം ചിലപ്പോൾ എൻവലപ്പും കൂടെ കൊടുക്കേണ്ടി വരും. അതൊക്കെ കറസ്പോണ്ടിങ് സ്റ്റഡി സെന്റേഴ്സിന്റെ അടുത്ത് സംസാരിച്ചിട്ട് അവര് പറയുന്ന പോലെ ചെയ്യാം കേട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വാല്യുവേഷനോ? ആരാണ്? രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? അസൈൻമെന്റിന്റെ പോർഷൻ ആണെങ്കിലും തിയറി എക്സാംസിന്റെ കാര്യങ്ങൾ രണ്ടും ക്ലിയർ ആയോ? അസൈൻമെന്റ് എങ്ങനെ? അസൈൻമെന്റ് A4 ഷീറ്റിലാണോ എഴുതേണ്ടത്, അല്ലെങ്കിൽ റെക്കോർഡ് പോലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വരുന്ന സമയത്ത് അതായത് മെന്റേഴ്സ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും തരും. നിങ്ങൾ എന്ത് ഡൗട്ട്സും ക്ലിയർ ചെയ്യും. അസൈൻമെന്റിന്റെ ഗൈഡ് ബുക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് റെഫർ ചെയ്യാനുള്ള ഗൈഡ് ബുക്കും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. A4 ഷീറ്റിൽ 4 സൈഡും ബോർഡർ വരച്ചൊക്കെ എഴുതണം എന്നൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് റൂൾസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് തരും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആ സമയത്ത് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ടെൻഷൻ അടിക്കേണ്ട, ആ കാര്യത്തിൽ നിങ്ങൾ കൂളായിട്ടിരുന്നാൽ മതി. ആ ടൈം ആകുമ്പോൾ എല്ലാം ക്ലിയർ ആയി തരും. ഓക്കെ. പിന്നെ എക്സാംസിന് അപ്ലൈ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ലിങ്ക് വരുമ്പോഴും നോട്ടിഫിക്കേഷൻ വരുമ്പോഴും എല്ലാം നിങ്ങളെ ഇൻഫോം ചെയ്യും കേട്ടോ. എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലിങ്ക് ഓപ്പൺ ആയോ, എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, എല്ലാം നിങ്ങളെ ഇൻഫോം ചെയ്യും. അതനുസരിച്ച് നിങ്ങൾ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോ സെഷൻസ് കഴിയുമ്പോഴും നമ്മൾ ഓരോരോ ആക്ഷൻ ടാസ്കുകൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിലബസ്, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള സിലബസ് ആണ് നിങ്ങൾ ആക്ച്വലി പഠിച്ചിട്ടുള്ളത്, അപ്പൊ നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സെഷൻ റിലേറ്റഡ് നിങ്ങൾക്ക് നമ്മൾ തരുന്ന ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇമാജിൻ ദാറ്റ് യു ആർ ദ ക്ലാസ് ടീച്ചർ ഓഫ് BCom F batch. Prepare a good plan or timetable
of first year subjects for your students in order to make their studies better. നിങ്ങൾ നിങ്ങളുടെ ഒരു ബികോം എഫിന്റെ ബാച്ചിന്റെ ഒരു ക്ലാസ് ടീച്ചർ ആണെന്ന് സ്വയം ഇമാജിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു സ്റ്റുഡൻസിന്റെ സബ്ജക്റ്റുകളൊക്കെ അവർക്ക് എഫക്റ്റീവ് ആയിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്ലാനോ അല്ലെങ്കിൽ ഒരു ടൈം ടേബിളോ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ പോയിന്റ്സ് ടു ബി നോട്ട് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻഷൻ ദ ബികോം എഫ് ഫസ്റ്റ് ഇയർ സബ്ജക്ട്, ടൈം ഫോർ സബ്ജക്ട്, ആൻഡ് യു ക്യാൻ ഓൾസോ യൂസ് ക്രിയേറ്റീവ് ഐഡിയാസ്. നിങ്ങളുടെ സ്റ്റുഡൻസിന് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആക്ഷൻ ടാസ്കുകൾ കറസ്പോണ്ടിങ് മെന്റേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് ഈ ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സ് പേഴ്സണലി സെൻഡ് ചെയ്ത് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് മെന്റേഴ്സിന് കൊടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു ആക്ഷൻ ടാസ്കിന്റെ ബേസിലും ഇനി അങ്ങോട്ടേക്കുള്ള ഇപ്പൊ കഴിഞ്ഞു പോയതും ഇനി അങ്ങോട്ടേക്കുള്ള സെഷൻസിൽ എല്ലാത്തിനുള്ള നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് സെഷനിൽ ബെസ്റ്റ് പെർഫോമേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാമെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഇനി ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവർക്കും ഓരോരുത്തർക്കും പേഴ്സണലി മെന്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ മെന്റേഴ്സിന്റെ അടുത്ത് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നമ്മുടെ ടീം ക്ലാരിഫൈ ചെയ്തു തരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നമ്മുടെ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്. താങ്ക് യു സോ മച്ച്.